കുടുംബവിളക്കിലെ സരസ്വതി അമ്മ, ചന്ദനമഴയിലെ മായാവതി അമ്മ, ശ്രീധനത്തിലെ സേതുലക്ഷ്മി, എന്തിനു പറയുന്നു ആ പത്തരമാറ്റിലെ കനകദുർഗ വരെ. സത്യം പറയാലോ, എല്ലാവരും കൂടി അമ്മായിയമ്മ എന്ന ഇമേജിനെ അങ്ങോട്ട് ഡാമേജ് ആക്കി കളഞ്ഞു. ഇതൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ ക്രിയേറ്റിവിറ്റിയാന്ന് മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. എൻ്റെ പേര് നവോമി, റൂത്തിൻ്റെ അമ്മായിയമ്മയാണ്. പണ്ട് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത നാട് വിട്ടുപോയ അതേ നവോമി. അവിടെ ചെന്നപ്പോൾ ജീവിതം എന്നെ വെച്ച് ഒരു 1.5 സീരിയൽ തന്നെ കളിച്ചു. കെട്ടിയോൻ എലിമയിലേക്കും മക്കളായ മഹലോനും കിലിയോനും എന്നെ തനിച്ചാക്കി അങ്ങ് പോയി. ആ സങ്കടത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. റൂത്ത് 1-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെയാ. എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്രേ. സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി. ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു? കർത്താവെ മാച്ചു കളഞ്ഞോളോട്ടാ. അന്നത്തെ പൊട്ടത്തരത്തിന് ഓരോന്ന് പറഞ്ഞതാട്ടാ. ആ സങ്കട സമയത്ത് ഞാൻ എൻ്റെ മരുമക്കളായ റൂത്തിനെയും ഓർഫയെയും വിളിച്ചു പറഞ്ഞു, മക്കളെ, ഇനി എൻ്റെ കൂടെ നിന്നാൽ റേഷൻ കാർഡിൽ പേര് ചേർക്കാന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പൊക്കോ. നമ്മുടെ ഓർഫ മോള് ലോജിക്കലായി ചിന്തിച്ചു. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും തന്ന് ടാറ്റ പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയി. അവൾ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവൾ കുറച്ച് പ്രാക്ടിക്കലായിരുന്നു, അത്ര തന്നെ. പക്ഷെ നമ്മുടെ റൂത്ത് മോളുണ്ടല്ലോ, അവൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അമ്മ പോകുന്നിടത്ത് ഞാനും വരും എന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ച് എൻ്റെ കൂടെ നിന്നു. കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. അമ്മായിയമ്മ എന്ന് കേട്ടാൽ വിഷം കലക്കുന്നവളെന്നോ മരുമകളെ പീഡിപ്പിക്കുന്നവളെന്നോ ഒക്കെയുള്ള ആ ഇൻഹിബിഷൻ അങ്ങ് മാറ്റിവെച്ചേക്ക്. അതാണ് ഡാഞ്ചർ. അമ്മായിമ്മമാർക്ക് നിങ്ങളോട് യാതൊരുവിധ ദേഷ്യവും ഇല്ല. അത് പലപ്പോഴും ആൺമക്കളോടുള്ള സ്നേഹക്കൂടുതലാണ്, ഓവർ പൊസസീവ്നെസ് ആണ്. ഈ പ്രായത്തിലുള്ള ഞങ്ങളെ പോലുള്ള തള്ള വൈബിലുള്ളവരോട് തല്ലൂടുന്നതിനേക്കാൾ നല്ലത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നതല്ലേടോ. മാറാനായി ഞങ്ങളും ട്രൈ ചെയ്യാം. ഇനി ഏതെങ്കിലും അമ്മായിയമ്മാർ നിങ്ങളെ വേദനിപ്പിച്ചത് ഇതുവരെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. സോറി. അപ്പോൾ ഇനി മിണ്ടാടെ നടക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.